എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതേപോലത്തെ ബോക്സസ് ഒക്കെ ഉണ്ടാവില്ലേ. ഇതിപ്പോൾ ഡിസ്പോസിബിൾ പ്ലേറ്റ്സ് ആണ്, ബോക്സാണ്. ഇനിയിപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ ഐസ്ക്രീം ബോക്സസ് അങ്ങനെ എന്തായാലും മതി കേട്ടോ. അപ്പോൾ അത് വേണം. പിന്നെ ഇതേപോലത്തെ ഒരു പേപ്പർ റോള് വേണം കേട്ടോ. ഇത് നമ്മുടെ അലുമിനിയം ഫോയിലിൻ്റെ ഉള്ളിലില്ല, അതാണ് കേട്ടോ. എന്നിട്ട് ഇതേപോലെ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഗ്ലൂ ഇട്ട് കൊടുത്തിട്ട് ഒരു കാർഡ്ബോർഡ് പീസിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ റോളില്ലെന്ന് ഇത് വിഷമിക്കേണ്ട, നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റിക്കോ എന്തെങ്കിലും ആയാലും മതി കേട്ടോ. അതിന് ശേഷം ഈ ഒരു ഭാഗത്തും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ഏത് ഗ്ലൂ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതേപോലെ നന്നായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു ബോക്സ് എടുത്തിട്ട് ആ ഒരു കാർഡ്ബോർഡ് പീസിൽ ഒട്ടിച്ചു കൊടുക്കുക. ബേസ് നല്ല സ്ട്രോങ് ആവാനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ലെങ്ത്ത് കാർഡ്ബോർഡിൻ്റെ മനസ്സിലായല്ലോ. അതായത് നമ്മുടെ ബോക്സും അതുപോലെ തന്നെ ആ ഒരു പേപ്പറിന് ആ റോളും ഉണ്ടല്ലോ, അതും കൂടെ ഒട്ടിക്കാൻ പറ്റുന്ന നീളത്തിൽ വേണം കേട്ടോ. കുറച്ച് എക്സസ് ആയിട്ട് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ നീളം. അപ്പോൾ അതായത് നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക ബേസ് ഭാഗം കേട്ടോ. അപ്പോൾ കുറച്ച് അധികം നീളത്തിൽ തന്നെ ഇട്ടാൽ മതി. ഇനി ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെയും കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അതായത് ആ ഒരു റോഡും നമ്മുടെ ആ ബോക്സും കൂടെ ഒന്ന് ഒട്ടിക്കണം കേട്ടോ. അപ്പോൾ ഇതും ഒന്ന് നന്നായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്ലൂ ഇട്ട് കുറച്ച് സമയം ഒന്ന് ഇങ്ങനെ പിടിക്കണം കേട്ടോ, എന്നാലാണ് ഒട്ടുള്ളൂ. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ ഇന്നലെ കാണിച്ച പോലത്തെ ആ ഒരു ഷേപ്പാക്കി കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇനി ഗ്ലൂ ഇട്ട് കൊടുക്കുകയാണ്. ഗ്ലൂ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഇനി ഒരുപാട് ഇതുകൾ വേണമെങ്കിൽ ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും റോഡ് ഒട്ടിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും ആ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ മുകളിൽ നമ്മൾ ഗ്ലൂ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അടുത്ത ബോക്സ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ. ഇതേപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം നല്ലൊരു സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും. ഇത് നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക കണ്ടോ. നമ്മുടെ ആ കാർഡ്ബോർഡ് പീസിൻ്റെ ലെങ്ത്ത് കണ്ടോ. അപ്പം നമ്മൾ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കളയാമല്ലോ ഭംഗിയായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അധികമായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ട് നമ്മുടെ എക്സസ് ആയിട്ടുള്ള കാർഡ്ബോർഡ് പീസ് അങ്ങ് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഈ ഒരു എൻഡ് ഭാഗം ഒന്ന് ആ ഒരു ബോക്സിൻ്റെ ഷേപ്പിനനുസരിച്ച് ഒന്ന് കേർവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ താഴെയും സൈഡിലും ഒക്കെ ആ കാർഡ്ബോർഡ് എക്സസ് ആയിട്ട് ഇതേപോലെ നിൽക്കുന്നുണ്ടാവും. അതൊന്ന് നമ്മൾ കേർവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗി ഉണ്ടാവില്ല, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഐസ്ക്രീമിൻ്റെ ബോക്സ് ചെയ്യുകയാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ അതുണ്ടെങ്കിൽ അത് മതി കേട്ടോ. അപ്പോൾ താഴെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യാതെ ആയാലും മതി. അപ്പോൾ നമ്മൾ ഇതെല്ലാം പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ലുക്ക് ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയതാന്ന് തോന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് കിച്ചൺ കൗണ്ടറിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് കിച്ചൺ കൗണ്ടറിന് മുകളിൽ. അവിടെ ഒരു ഓർഗനൈസർ പോലെ വെക്കാനായിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് ജ്വല്ലറി ഓർഗനൈസർ, അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എവിടെയാണ് നമുക്ക് ഓർഗനൈസറായിട്ട് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെയൊക്കെ നമുക്ക് ഇതേപോലത്തെ ചെയ്ത് വയ്ക്കാം കേട്ടോ. വേസ്റ്റായിട്ട് കളയുന്ന പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്തത്. എങ്ങനെയുണ്ട് വീഡിയോ? എല്ലാവർക്കും ഇഷ്ടമായോ? എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടോ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വീഡിയോ ആയിട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് പറയണേ. ഓക്കെ. അപ്പോൾ വീണ്ടും വരുവരയ്ക്കും ബൈ ബൈ.